ഒക്കെ പോക്കരോ ആരെന്റെ കുട്ടിനോട് ഇവിടുന്ന് സാധനം തരൂലാർന്ന് അതിനത്രം വളർന്നപ്പോന് ഓന്റെ ബാപ്പ ഇന്റെ പാടത്ത് കന്നൂട്ടിയിലാണ് മനസ്സിലായിക്ക് ഓൻ എനിക്കൊന്ന് കാണണല്ലോ അതിനത്ര മുതലാളിയായപ്പോന് എത്രയും പോലും കൊടുക്കാണല്ലോ ഞാന് ഓന് വേണിയാ ഇതിനൊക്കെ മൊത്തം പൈസ കൊടുക്കൂല ഞാനോന് ഒന്നര കാതറാക്ക ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാൾ അങ്ങാടിക്ക് പോയപ്പോ തൽക്കാലം എന്നൊന്നും ഇവിടെ പിടിച്ച് നിർത്തിയതാണ്. അയാൾ എപ്പോഴും വരും. നിങ്ങൾ നേരിട്ട് പറഞ്ഞളി. കണ്ടിട്ട് തന്നെ പോണുള്ളൂ. അതിനത്ര ആയോ? ചേലാമ്ര കാതരേ ഓനെ വെറുതെ വിടൂല. ഓക്കരാക്കേ സാധനം വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോയതാ. അപ്പൊ തൽക്കാലം എന്നൊന്നും ഇവിടെ പിടിച്ച് നിർത്തിയതാണ്. അപ്പൊ അതിനിപ്പോ ഞാൻ നിങ്ങളെ അമ്മോന്റെ ഒന്ന് പള്ളർച്ച കേട്ടിക്കാണ്. ഓക്കരാക്കാക്ക് കൊടുക്കണ്ട കച്ച കിട്ടിയത് ആയിരിക്കണു നിങ്ങളെ അമ്മോ. അന്ന ചീത്തരെ പയ്യാ തറവാടിത്തും ആഡംബിത്തരത്തിന്റെ കാലം കഴിഞ്ഞോക്കണം മോനിയറെ. അതൊക്കെ പല്ല് കൊഞ്ഞ സിമ്മല്ലേ, അതൊന്ന് കടിച്ചപ്പോ ഏൽക്കൂ. ജുവാ പിന്നെ ആ വണ്ടൂരത്തെ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്താ പറയണു? അന്റെ ഒഴിവ് വിട്ടിട്ടാണോ വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കാൻ? നമുക്ക് പോയി നോക്കാം. പോയി നോക്കല്ലേ? വിലയും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. അതാണ് മുറിച്ചുകാണ്ട് പോരാ. പൈസ നോക്കണ്ട. മുജിബാക്ക ഇതെത്താ നിങ്ങള് പറയേണ്ടത്? നമ്മളെ ഈ അടി പോയ മുതലാളിമാരല്ല, ഇഷ്ടം പോലെ കായില്ലോരാ. പിന്നെ പണ്ട് കുറെ ആൾക്കാരുണ്ട് മുതലാളിമാര്, കുത്തുവാളെടുത്ത ചില ആൾക്കാര്. ആ ജാതി മുതലാളി ഉള്ളത് നമ്മൾ പറഞ്ഞ കഴിഞ്ഞ മുറിക്ക. എന്താ മുതലാളിയാ? അല്ല അത് മുജീബാക്ക മുസക്കുട്ടി പറഞ്ഞ മാതിരിയേ നമുക്ക് അങ്ങനെയാണ് ചെയ്യാം. ഇല്ല സുഖോ? ഒഴിവാക്കിക്കാൻ മുസക്കുട്ടിയെ മുജീബാക്ക ഞങ്ങള് വരാം. അല്ല പോയല്ലാച്ചാ മറ്റേ കാര്യം പറഞ്ഞില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം. നാളെയും മറ്റന്നാളും ചെറിയ ചുറ്റുപാടുണ്ട്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. സുഖ പണി തീർക്കട്ടോ. മുസക്കുട്ടി വാടാ. ജോക്കാ സെക്യൂരൊക്കെ പോയോ? സെക്യൂരൊക്കെ പോവാൻ നിക്കണു. എന്താലേ എന്തായാലും ഇപ്പൊ മൂപ്പര് അമ്മോനല്ലേ. അമ്മോന്റെ മുമ്പ് നിന്നൊക്കെ ആ സിഗരറ്റ് എടുത്ത് വലിച്ചു പറഞ്ഞത് അത് മോശമായിട്ടോ. അതൊന്നും ചെയ്യാൻ പാടുണ്ടോ? ഒരു അഭിപ്രായം എന്തായാലും. സംഭവം അമ്മോനും മോനൊക്കെ ശരി തന്നെയാണ്. ആ ജായി ദ്രോഹല്ലേ അവന്റെ അമ്മാനോട് മോനോടൊക്കെ ഈ അമ്മോൻ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ കാര്യത്തിലേ നമുക്ക് അങ്ങനെ കയറിക്കാണ്ട് ഇടപെടാനൊന്നും പറ്റൂല. പിന്നെ അത്രയ്ക്കും അനുഭവിച്ചോളൂ ഈ മോനും ഇയാളെ കൊണ്ട്. അറിയില്ലപ്പ എനിക്ക്.